ശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ നിയോഗിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു ഷോണി. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങാലൂർ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 5 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവയെ കൂടെ വേണമെന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 മക്കളുടെയും പ്രസവത്തിന് ശേഷം ഞാൻ പ്രസവം നിർത്തിയിരുന്നു. അതിനുശേഷം ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നീട് ഒരു കുഞ്ഞുവാവയും കൂടെ വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഴുക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലുള്ള ഫിൻഡോ ഡോക്ടറെ പോയി കണ്ട് ഞങ്ങൾ റീകാനലൈസേഷൻ ചെയ്തു. റീകാനലൈസേഷൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. എൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായി ഇവിടെ വരുന്നത്. ഉടമ്പടി എന്താണെന്ന് എനിക്ക് അറിയണ്ടായില്ല. അങ്ങനെ ആദ്യമായി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നീടാണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവെ തരണമെന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയിരുന്നു. സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ 2 സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒന്ന് 6.5ഉം ഒന്ന് 5.7ഉം അങ്ങനെ 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ വളരെ പ്രതീക്ഷയോടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എനിക്ക് ആകെ വിഷമമായി. എന്നാലും ഞാൻ വിഷമം കൈവിടാതെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ഒരു 9 മാസത്തോളം എന്നോട് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് MRI എടുത്തു. MRI എടുത്തപ്പോൾ എൻഡോമെട്രിയോസിസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ 9 മാസം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റ് പകുതിയായി എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഇല്ല, ഇനി തൽക്കാലം 3 മക്കളുണ്ടല്ലോ അത് മതി എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാനിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ, ഇനി എനിക്കതിന് സാധിക്കില്ലല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവ എന്നൊരു സ്വപ്നം ഇനി പറ്റില്ലല്ലോ എന്നും ആലോചിച്ച് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. ഞാൻ കരഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 14, 13 തിരുവചനങ്ങളായിരുന്നു. നിങ്ങൾക്കിത് സാക്ഷി നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിയോഗിക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഡോക്ടർ എന്നോട് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് നിന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഉറപ്പ് പറയാൻ പറ്റില്ല, കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തെ സ്കാൻ കഴിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ച് ഓക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ ഓരോ സ്കാനിങ് കഴിഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ല. ഞാനിവിടെ അതിനിടയ്ക്ക് 4-ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ 6-ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു. മാതാവിന് നന്ദി പറഞ്ഞു. ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് തരണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ 9-ാമത്തെ മാസം എനിക്ക് സിസേറിയനിലൂടെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാനിവിടെ ഏറ്റവും ആദ്യമായി ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണ് ഉടമ്പടി എന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യമായി വന്ന സമയത്ത് എൻ്റെ കൈമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, പാത്രം കഴുകാനോ ഒന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ കൈവേദന ഇങ്ങനെ മാറ്റി തരണേ മാതാവിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ചേച്ചി എന്നെ തട്ടി വിളിച്ചിട്ട് ഞാൻ അറിയും കൂടെ ഇല്ല. ആ ചേച്ചി എന്നോട് പറഞ്ഞു മോൾ എന്തിനു വേണ്ടിയിട്ടാണ് മോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും മോളെ, മോൾക്ക് കുഞ്ഞിനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചി എന്നോട്. അങ്ങനെ തൈലം പുരട്ടി വീട്ടിൽ വന്ന് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൈമുട്ട് വേദന മാറിപ്പോയി. ഇന്നേ വരെ എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല.
പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടിസം പാർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു സ്കൂളുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരോടൊത്തായിരിക്കാറുണ്ട്. ഞങ്ങൾ മക്കളും ഹസ്ബൻഡും ഒക്കെ കൂടെ പോകാറുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീടിനടുത്ത് കാരുണ്യ എന്ന് പറയുന്ന ഒരു മാനസിക രോഗികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞങ്ങൾ എല്ലാ മാസവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോകും. മക്കളെല്ലാവരും കൂടെ പോയി അവർക്കെല്ലാവർക്കും പത്രം കൊടുത്ത് എന്നാലാവുന്ന വിധത്തിൽ കാശായിട്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി ഉപ്പ് തൈലമൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ നെറ്റിയിലേക്ക് ഞാൻ അവർക്ക് പുരട്ടി കൊടുക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി ഇന്നും അവർ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയിരുന്നത്. കുഞ്ഞുവാവ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ കുഞ്ഞുവാവയെ കുളിപ്പിച്ച് കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ച് തൈലം കുരിശ് വരച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഇതുവരെ പനിയായിട്ട് രോഗങ്ങളായിട്ടൊന്നും ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇത്രയുമാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ